ലൗഡ് സ്പീക്കർ. ഹലോ, വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ. കൂടെയുള്ളത് റിസാവാണ്. അപ്പോൾ ഇന്ന് അതിമനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്കൊക്കെ എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിഞ്ഞു നോക്കുമ്പം ഒന്ന് റീഫ്രഷ് ചെയ്ത ആ മെമ്മറീസും ആ ഒരു ദിവസത്തെ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വിഷ്വൽസൊക്കെ ഉണ്ടാവണം. ഇത്രത്തോളം നമുക്ക് അടുത്ത ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു ഫെയർവെല്ലിനെ കുറിച്ചുള്ള കാര്യങ്ങളും അവരാരായിരുന്നു എന്നൊക്കെ നമുക്ക് അവരാരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ഇമോഷണലായിട്ട് അവരെക്കുറിച്ച് അയവിറക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പലരും സമ്മതിച്ചില്ല ഗൈസ്. പക്ഷേ ഞാൻ ആരെയും സമ്മതമില്ലാതെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സ്വാതി ഈസ് ഗോയിങ് ടു ബാംഗ്ലൂർ അല്ല, നമ്മളിതൊരു ഡിസംബറിൽ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് പൊടിയൊക്കെ തട്ടി നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. സോ സ്വാതി വെൻ ടു ബാംഗ്ലൂർ ഫോർ അനദർ ജോബ്. നമ്മളൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയി. സോ അപ്പോൾ നമ്മൾ സ്വാതിക്ക് ഒരു ഫെയർവെല്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാതിയുടെ പ്രൊജക്റ്റിലുള്ള ആൾക്കാർക്ക് ആദ്യം കേക്കൊക്കെ മുറിച്ചു, ഒരുപാട് സംസാരിച്ചു, ഇമോഷണലായിട്ട് അവരൊക്കെ സംസാരിച്ചു. പക്ഷേ സ്വാതിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് പോലും വന്നില്ല ഗൈസ്. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങളെല്ലാവരും സ്വാതിക്ക് ഫെയർവെൽ കൊടുക്കാനും സ്വാതി ഞങ്ങൾക്ക് ചിലവ് തരാനൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കൂടെ നേരെ പുഞ്ചക്കരി ഷാപ്പിലേക്ക് വെച്ച് പിടിപ്പിച്ചു. സോ ആ ഒരു ദിവസം എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടായത്, ഹൗസ് ഇറ്റ് ഗോയിങ്, സ്വാതി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മിസ് ചെയ്യോ ഇല്ലയോ എവിടെ നിന്ന് അല്ലേ, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ അതൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പുഞ്ചക്കരി ഷാപ്പിലെ അമേസിങ് ആംബിയൻസും ഫുഡിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് വൈബ് അടിച്ച് എല്ലാം കണ്ട് കേട്ടിരിക്കുകയായിരുന്നു. സോ വി ഡിസൈഡഡ് നമുക്ക് സ്വാതി പോയി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക, സ്വാതി നമ്മൾ എങ്ങനെയായിരിക്കും പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്താലോ. അങ്ങനെ എല്ലാവരും വരിയായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഉറക്കെ പറയാവോ? ഞാൻ ആലോചിക്കട്ടെ. എനിക്ക് സ്വാധീനം ആദ്യം പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഒരിക്കൽ ഇവൻ നിങ്ങൾ വാഗമൺ ട്രിപ്പ് പോയില്ലേ, അപ്പോഴല്ലേ നിങ്ങൾ കമ്പനി ആയത്. അപ്പൊ ഇവൻ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇടി അനിമ കാണുന്ന ഒരു കൊച്ചുണ്ട്, അവളെല്ലായിരുന്നു കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ സെയിം വൈബ് അടിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് ഇവനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് അപ്പോഴെനിക്ക് സാധ്യ അറിയില്ല. അതിന് ശേഷം പിന്നെ ഹീരെ വന്നിട്ടാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഫ്ലാറ്റ് കാണാൻ വന്ന ദിവസം കാണുന്നത്. അതെ, എന്റെ ഫോൺ താഴിട്ട് പൊട്ടിച്ചതും പിന്നെന്താ ഇപ്പോഴൊക്കെ ആയിരുന്നു മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ കമ്പനിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു സൈലന്റ് ആയ ഒരു കൊച്ച്. നമ്മള് ഫസ്റ്റ് നോട്ട് ചെയ്ത് മറ്റേ കണ്ണെഴുതാത്ത കൊച്ചു, ഏറ്റവും ശ്രദ്ധിക്കുന്ന കണ്ണാണ് ലൈക്ക് എല്ലാവരുടെയും. പക്ഷെ ലൈക്ക് ഒരു എന്താ പറയാ ഉറങ്ങി എണീച്ച് വന്ന പോലെ ഒരു കൊച്ചായിരുന്നു. സ്വാധീനം ഫസ്റ്റ് കാണുന്ന ഞാൻ ട്രിവാൻഡ്രം വന്ന ഫസ്റ്റ് ഡേ തന്നെയാണ്. നമ്മൾ ഒരേ ഗ്രൂപ്പായിരുന്നു. നമ്മളെ ട്രെയിനിങ് അരുണ്യ ഞാൻ ഒരുമിച്ചാട്ടോ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഗ്രൂപ്പ്, 3 പേരും ഒരേ ഗ്രൂപ്പായിരുന്നു. എനിക്ക് സ്വാധീനം 2 വർഷം മുമ്പ് അറിയാമെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പക്ക കൊളീഗ്സ് ആയിരുന്നു. ഞാൻ മേഘനെ കാത്ത് മറ്റേ പാൻഡലിരിക്കുമ്പം സ്വാതി വഴി പോയാലും ചുമ്മാ നോക്കിയിട്ട് അത്ര ഉള്ളായിരുന്നു ഞങ്ങള് കോൺഫിഡൻസ് മതിയായിരുന്നു. പിന്നെ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോ ഭയങ്കര എന്താ പറയാ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ പേരായിട്ടൊക്കെ ഇരിക്കുന്നു. ഐ മീൻ എല്ലാവരും ഫ്രണ്ട്സും ഹാപ്പായിട്ടിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അപ്പൊ ഞാൻ പോയി അവളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞ പോലെ കഥ തുടരും. അതിന് ശേഷം ഞാൻ പ്രൊജക്റ്റിലേക്ക് മാറി, ടീം മൊബൈൽ പ്രൊജക്റ്റ്. അവിടെ സ്വാധീനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കമ്പനി ആയിരുന്നത്. ഒരു കമ്പനി ഉണ്ട്, ഞങ്ങൾ കൂടുതൽ കമ്പനി ആയിട്ട് ധീരയിലേക്ക് മാറിയപ്പോഴാണ്. ഞാൻ ഫസ്റ്റ് ഡേ വന്ന് എൻ്റെ കൂടെ സ്റ്റേ ചെയ്തത് സ്വാതിയ റൂമിൽ. അന്ന് അരുണിൻ്റെ ബർത്ത്ഡേ ആയിരുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം.
വീട്ടിക്ക് വന്നു. അല്ല അവള് അല്ലെങ്കിൽ അങ്ങനെ നമ്മള് കുറച്ച് കമ്പനി ആവുന്നതിന് മുന്നേ അവള് വീട്ടിക്ക് വന്നു. പിന്നെ അച്ഛനും അമ്മയുടെ ഫേവറേറ്റ് ആയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വാതിയെ പറ്റി ചോദിക്കലായി വീട്ടില്. അങ്ങനെ ഭയങ്കര കമ്പനിയായി. പക്ഷെ ലൈക്ക് എപ്പോഴും അവളുടെ മൈൻഡിൽ ലൈക്ക് വേറൊരു ജോലി നന്നാ അങ്ങനെ. പക്ഷെ അവള് കറക്റ്റ് ആ ഒരു ട്രാക്ക് പിടിച്ചു പോയി. ആദ്യം തന്നെ ജോലി വാങ്ങിച്ചു. ഭയങ്കര മോനിന്റെയും ചക്കുവിന്റെ കൂടെ സ്വാതി കാണാൻ തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രോവേർട്ട്, ഒന്നും മിണ്ടില്ല. ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ മറ്റേ പൗണ്ട് കടയിൽ കൂടെ നടന്നു പോയി ഓർക്കുന്നുണ്ടോ? ഇവിടെ മിണ്ടായിരുന്നു ഞാൻ തോണ്ടി ചെയ്യും. സ്വാതി എന്നെ മിണ്ടാത്ത അപ്പോഴും സ്വാതി ഒന്നും മിണ്ടില്ല. പിന്നെ ഒരു ദിവസം നിങ്ങൾ ആരുമില്ലാത്ത സമയത്ത് ഞാനും മോനിയും സ്വാതിയും കൂടെ എവിടെ പിയോ മാട്ടിൽ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴാണ് എന്തോ അപ്പോഴാണ് 2 ഫ്രൈഡ് റൈസും എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് 2 ഫ്രൈഡ് റൈസ് എടുത്ത് 2 ശരിയാണ്. നമ്മള് എന്നിട്ട് പിന്നെ വാങ്ങിച്ച് ഷെയർ ഇട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ച് ഞങ്ങളെല്ലാവരും പിന്നെ നമ്മൾ ടെറസിൽ വന്നിരുന്ന് അനിമയാണെന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര വൈബായി. പിന്നെ ഓരോ കാര്യങ്ങൾ കുറെ സംസാരിച്ചു. പിന്നെ ഫസ്റ്റ് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി ലൈക്ക് ഇച്ചിരി ഓപ്പണായിട്ടുള്ള ടൈപ്പാണ്, ഒരേ വൈബാണെന്ന് മനസ്സിലായി. പിന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെന്താ ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാള്, ഇച്ചിരി ജെന്യൂൻ ആയിട്ടുള്ള ഒരാള് അങ്ങനെ തോന്നി. പിന്നെന്താ പിന്നെ അങ്ങോട്ട് സ്വാതി എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. സീരിയലായതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണും. ഓഫീസിനാണെങ്കിലും തിരിച്ചു വരുമ്പോഴൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ അങ്ങനെ അവളുടെ സ്റ്റോറിയൊക്കെ അതിലാണ് അറിഞ്ഞതൊക്കെ. ഒരു പാവം കൊച്ച് കാണുമ്പോൾ തന്നെ ഒരു പാവമാണ്. കാണാനും അവളുടെ സ്വഭാവം ഒരു പാവം കിട്ടി. മിസ് ചെയ്യോ? അതെ, ഒന്നും ചെയ്യില്ല. ഇടയ്ക്കിടയ്ക്ക് വരും ഓഫീസിൽ നമ്മളങ്ങനെ കളിക്കാൻ മിസ് ചെയ്യായിരിക്കും. ഫുട്ബോൾ കളിക്കുമ്പോൾ എന്തായാലും മിസ് ചെയ്യും. കാരണം മുമ്പ് ഞാനും ആദ്യത്തെ ടീമായിരുന്നു, എപ്പോഴും ജയിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ടീമാകാൻ തുടങ്ങിയപ്പോൾ തോറ്റ് എൻ്റെ പൊന്നുടയാ ഫുള്ള് തോൽവിയായിരുന്നു. അപ്പോൾ ആ തോൽവി ഞാൻ മിസ് ചെയ്യും. ബട്ട് അത് തിരിച്ചു വരും അല്ലോ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ മിസ്സിംഗ് ആയിട്ട് ഇല്ല. പക്ഷെ ഇടയ്ക്ക് കാണില്ല, അങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് മാത്രം. അല്ലല്ല, പെട്ടെന്ന് വിളിക്കുമ്പോ പെട്ടെന്ന് നമ്മൾ സോറി എവിടെ ചോദിച്ച് വിളിക്കുമ്പോ പെട്ടെന്ന് കാണില്ല എന്നുള്ളത് മാത്രം. മിസ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. അവളെന്തായാലും തിരിച്ചു വരും. കാരണം നീ ഇവിടത്തേക്കൊന്നും തിരിച്ചു വരും. എനിക്കങ്ങനെ അവള് പോവാന്നുള്ള ഒരു എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. വരുന്നില്ല. ഇന്നലെ ഓഫീസിന് ഇറങ്ങുമ്പോൾ ഓക്കെ ഇത് അവളുടെ ലാസ്റ്റ് ഡേ ആണ്, ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ല എന്നൊരിതുണ്ട്. പക്ഷെ നീ ട്രിവാൻഡ്രത്തിന് പോവാന്നുള്ള ഒരു ഇത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. മീൻസ് എനിക്കങ്ങനെ തോന്നുന്നില്ല നീ പോവാണ്, നീ നിന്നെ കാണാൻ പറ്റില്ല, ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. കരഞ്ഞു രാവിലെ കഴിച്ച പൊട്ടിനോട് അത്യാവശ്യം നീതി പുലർത്തുന്ന രീതിയിലിരുന്ന് തള്ളിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ നേരെ പുഞ്ചക്കരി കായലിലേക്ക് പോയി കേട്ടോ. അവിടെ കുറേ ചൂണ്ടയിട്ട് നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ ഞങ്ങളുടെ കൂടെയുള്ള 2-3 ചേട്ടന്മാരുടെ കയ്യിൽ ചൂണ്ടയും ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ഞങ്ങൾ ട്രൈ ചെയ്തു. പക്ഷേ ഞാനും സ്വാതിയും അടങ്ങുന്ന ടീം ഇട്ട ചൂണ്ടയിൽ മാത്രമാണ് ഗൈസ് മീൻ കൊത്തിയത്. പിന്നെ എല്ലാവർക്കും ട്യൂട്ടോറിയലൊക്കെ എടുത്തു കൊടുത്തെങ്കിലും അവർക്കാർക്കും മീൻ കിട്ടിയില്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും നേരെ തിരിച്ചു വന്നു. സ്വാതിക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന ഗിഫ്റ്റൊക്കെ കൊടുത്തു. സ്വാതിക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. സോ ജോക്സ് അപ്പാർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. സ്വാതിക്ക് ഒരു ഫെയർവെല്ലൊക്കെ കൊടുത്തു. സ്വാതിക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. എങ്കിലും സ്വാതി ഞങ്ങളെ വിട്ട് ദൂരെ ഒരു സിറ്റിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ വി ഓഫൻ മീറ്റ്, വി ഓഫൻ കോൾ. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾക്ക് തന്നെ ആശംസിക്കാനുള്ളത്. സോ സ്വാതി കീപ് റോക്കിംഗ്, അടിച്ച് പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ് സ്വാതി. ഹാപ്പി എവരിബഡി ഹാപ്പി. നന്നായി വരട്ടെ. ലൗഡ് സ്പീക്കർ കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും.